ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സ്വപ്ന റോബി. ഞാൻ കൊട്ടാരക്കര വാളകത്തു നിന്നും വരുന്നു. ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. പരിശുദ്ധ മാതാവിനെയും ഈശോയെയും കുഞ്ഞിലെ മുതലേ നല്ല വിശ്വാസമുണ്ടായിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഈ കഴിഞ്ഞ 2023 മെയ് ലാസ്റ്റ് ഒരു സെർവൈക്കൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി ചെയ്തു. റിസൾട്ട് ഒരു പ്രീ ക്യാൻസറസ് ഹൈ ഗ്രേഡ് ലീഷൻ എന്നാണ് റിസൾട്ട് വന്നത്. ആ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ആ സമയത്ത്. ഞാൻ ഒരു നേഴ്സ് കൂടിയാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നമ്മുടെ ഒരു ഏജും പിന്നെ എനിക്ക് കുഞ്ഞു മോനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ആകെ ഒരു വിഷമത്തിലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനിപ്പം സർജറി ചെയ്യാം. അങ്ങനെ സർജറി ചെയ്തു. എക്സിഷൻ ബയോപ്സി ചെയ്തപ്പോൾ സെയിം റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് നാൾ നമുക്ക് മെഡിസിൻ അപ്ലൈ ചെയ്ത് നോക്കാം, നോക്കിയിട്ടും എന്താണെന്ന് നമുക്കറിയില്ല, എന്താണ് റിസൾട്ട് ഇത് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ഒരു സമയത്ത് ഈ എക്സിഷൻ ബയോപ്സി കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് എനിക്ക് ഡിസ്ചാർജും ബ്ലീഡിങ്ങും ഒക്കെ ആയി. അതങ്ങ് ഹെവി ബ്ലീഡിങ് ആയിട്ട് മാറി. ഒരു 1.5 മന്തോളം അത് ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഇടവ പള്ളിയിൽ കുർബാന കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇതുപോലെ കൃപാസനത്തിലെ അച്ഛൻ VP ജോസഫ് അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷയും ഞാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് തരാം, നീ ജസ്റ്റ് അതൊന്ന് കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആ ഫ്രണ്ടിനെ വിളിക്കുകയും ആ ലിങ്ക് ഷെയർ ചെയ്തെടുത്ത് വാട്സപ്പിലൂടെ കാണുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കുറേ അച്ഛൻ്റെ ടോക്സും വീഡിയോസും ഒക്കെ കണ്ടു, സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും എനിക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം വെച്ച് ഡോക്ടർ ചെന്ന് കാണണം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് ഇത്രയും ബ്ലീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതൊട്ടും കുറയുന്നില്ല, അപ്പോൾ നമുക്കത് ഒരു റേഡിയേഷൻ തെറാപ്പി, അതായത് ഡോക്ടർ പറഞ്ഞത് ബ്രേക്കി തെറാപ്പി എന്നാണ്, അത് ചെയ്യണം. ഒരു 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും, നമുക്കതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്കി തെറാപ്പി ചെയ്യാനായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഇതേ ബ്ലീഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച മെഡിസിൻ കഴിച്ച് നോക്കുക, സ്റ്റോപ്പായെങ്കിലേ ബ്രേക്കി തെറാപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിസിൻ കഴിച്ചപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പായിട്ടില്ല. പിന്നെയും ഒരാഴ്ചയും കൂടെ കഴിച്ചു, എന്നിട്ടും ബ്ലീഡിങ് സ്റ്റോപ്പായില്ല. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് 15 ആയ സമയത്ത് ഞാനിങ്ങനെ കൃപാസനത്തിലെ എല്ലാ വീഡിയോസും സാക്ഷ്യങ്ങളും ഒക്കെ കണ്ട് എനിക്കും ഒരു ഉടമ്പടി എടുക്കണമെന്നൊരു തോന്നലിലായി. ഞാൻ ഓൺലൈൻ ഉടമ്പടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി വെയിറ്റ് ചെയ്യ്, നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്തിനുള്ളിൽ ആ ഒരു ഇടവേളയിൽ ഞാനിവിടെ വന്ന് സെപ്റ്റംബർ 4 ആദ്യമായി ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ 2 ദിവസം ബ്ലീഡിങ് ഒന്ന് കുറയുന്നതായിട്ട് കണ്ടു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ ബ്ലീഡിങ് അങ്ങ് സഡൻ സ്റ്റോപ്പായി. അപ്പോൾ പിന്നെയുള്ള വിസിറ്റിൽ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അതിൽ ഗ്രോത്ത് കൂടി വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അതിനൊരു കുറവായതിനൊരു ബാൻ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്, അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ചുരുങ്ങി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നമുക്കിപ്പം ഈ ബ്രേക്കി തെറാപ്പി ഇപ്പോൾ RCCയിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ നന്നായി ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നതുപോലെ പെട്ടെന്ന് എനിക്ക് തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലും വളരെയധികം വ്യത്യാസം ഉണ്ടായി. സ്വഭാവത്തിലും ഒക്കെ എപ്പോഴും ബഹളം വെച്ച് നടന്നിരുന്ന ഞാൻ ആത്മീയമായി നല്ല വ്യത്യാസമുണ്ടായി. ഞാൻ
അപ്പോൾ ബൈബിൾ റീഡിംഗ് ഒന്നും പ്രോപ്പറായിട്ടുണ്ടായിരുന്നില്ല. ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച സമയം മുതലേ തന്നെ ഞാൻ ബൈബിൾ റീഡിങ്ങും ഒക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ അതിലുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എഴുതിയെടുത്തു, സായാഹ്ന പ്രാർത്ഥന എഴുതിയെടുത്തു. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലയൊക്കെ എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ചെല്ലാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ ഓരോ ദിവസവും ചെല്ലുമ്പോഴും ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നല്ലപോലെ വ്യത്യാസമുണ്ടെന്ന്. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേർച്ച ഉടമ്പടി വസ്തുവായ തൈലം വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഫാമിലിയിൽ മോനും മമ്മിക്കും എല്ലാവർക്കും തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ജനുവരി 15 ആയപ്പോഴത്തേക്കും ഡിസംബർ 22 ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജനുവരി 15 ആയപ്പോഴത്തേക്കും പറഞ്ഞു ഇത് നല്ല പോലെ മാറിയിട്ടുണ്ട്, വിസിബിളായിട്ട് ഒന്നും തന്നെ ഇനി ഇവിടെ കാണാനില്ല, ഇനി മന്ത്ലി ചെക്കപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 15 വീണ്ടും ചെക്കപ്പ് ചെയ്തു. ബയോപ്സിയും ചെയ്ത് നോക്കി. ബയോപ്സി ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് റിസൾട്ട് എന്നാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വിസിബിളായിട്ടോ പാൽപ്പബിളായിട്ടോ ഒന്നും തന്നെ ഇതിൽ കാണാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. ഇനി എൻ്റെ ജീവിതത്തിലുടനീളം മുൻപോട്ട് അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൈപിടിച്ച് ഉടമ്പടി ജീവിതത്തിൽ തന്നെ വിശ്വസ്തയോടെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇനിയും കുറേ സാക്ഷ്യങ്ങളുണ്ട്. രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് ജ്യേഷ്ഠന് ഒരു 59-60 ഒക്കെ ഏജ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു. സ്റ്റെൻറ്റ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോലിക്ക് തിരിച്ച് കയറി പെട്ടെന്ന് കയറിയപ്പോൾ ചെസ്റ്റ് പെയിൻ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 4 ബ്ലോക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഇപ്പം 4 ബ്ലോക്ക് ഉള്ളത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനും അത് എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് ജ്യേഷ്ഠന് ഒരു പൂർണ്ണ സൗഖ്യം കൊടുക്കണം എന്നുള്ളത്. അച്ഛന് ഇത് ഏജ് കൂടുതലായതുകൊണ്ടും പിന്നെ ഇതുപോലെ മറ്റുള്ള സർജറികൾ കഴിഞ്ഞിരുന്നത് കൊണ്ടും ഒരു ഹൈ റിസ്ക് ആയിരുന്നു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചു. അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ 1 മാസം കൊണ്ട് തന്നെ സർജറി കഴിഞ്ഞ് എല്ലാം ക്യൂറായി തിരികെ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഒരു 3 വർഷത്തോളമായിരുന്നു. എനിക്കൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അത് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് 2nd വീക്കിൽ തന്നെ ഞാൻ അമ്മ മാതാവിനെ കൈ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി ഞാൻ നല്ലതുപോലെ ഡ്രൈവിംഗ് ചെയ്തു. കോൺഫിഡൻസോടുകൂടി അത്യാവശ്യം നല്ലതുപോലെ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ അത്യാവശ്യമായിരുന്നു. അത് ഒരു സാക്ഷ്യം. അടുത്തത് ഇനി എൻ്റെ മമ്മിക്ക് ആധാർ കാർഡിൻ്റെ ഒരു പ്രോബ്ലമാണ്. ആധാർ കാർഡ് കഴിഞ്ഞ മെയ് 2023 മെയ്യിലാണ് ആധാർ കാർഡ് റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് 2 പ്രാവശ്യം റിജക്റ്റ് ആയിട്ട് വന്നു. ഇനി അത് ഒരു വർഷത്തോളമെങ്കിലും 6 months to 1 year എന്നാണ് അവർ പറഞ്ഞത്. വിളിക്കുമ്പോൾ എല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് വെരിഫിക്കേഷന് വിട്ടിരിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ജനുവരിയിൽ തന്നെ ബാങ്കിൽ അത്യാവശ്യമായിട്ട് ആധാർ കാർഡിൻ്റെ ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ ഡിസംബർ 22 ഉടമ്പടി പുതുക്കിയപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 5 ദിവസം കൊണ്ട് 6 മാസം 1 വർഷം എന്ന് പറഞ്ഞ് ആധാർ കാർഡ് വെറും 5 ദിവസം കൊണ്ട് ഡിസംബർ 27 തന്നെ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരുപാട് ഇനിയും സാക്ഷ്യങ്ങൾ ഉണ്ട്. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ഭക്ഷണപ്പൊതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ കൃപാസനം പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ സിസ്റ്റർ അനിയത്തിയും ഞങ്ങൾ കുടുംബമായി പോവുകയും രോഗികളെ കാണുകയും പത്രം എല്ലാവർക്കും എൻ്റെ തന്നെ അനുഗ്രഹം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി, ഇവിടെ വന്നുണ്ടായ അനുഗ്രഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പേപ്പറൊക്കെ കൃപാസനം പത്രം കൊടുത്തു. പിന്നെ ഇതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി.